അടുത്തതായി അമ്മയെ പറ്റി പാട്ട് പാടുന്നു ജുവൽ. എൻ്റെ പേര് ജുവൽ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുവാണ്. ഞാൻ ഒരു പാട്ട് പാടാൻ പോവാണ്. അമ്മ നല്ല അമ്മ, രണ്ടു നല്ല അമ്മ, പാല് തന്നു അമ്മ, അപ്പം തന്നു അമ്മ, പാട്ട് പാടി അമ്മ, കളി പറഞ്ഞു അമ്മ, ഉമ്മ തന്നു അമ്മ, അമ്മ നല്ല അമ്മ, രണ്ടു നല്ല അമ്മ. എല്ലാവർക്കും ജുവലിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ജുവൽ. അടുത്തതായി ഇസബെല്ല ജോൺ ഒരു ക്രിസ്മസ് പാട്ട് പാടും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇസബെല്ല. ഞാൻ കൈരളി ക്ലാസ്സിലെ പഠിക്കുന്നത്. ഞാനൊരു പാട്ട് പാടുമ്പോൾ എൻ്റെ പപ്പ പാട്ട് ഞാൻ പാടാറുണ്ട്. തത്സംഗം മ്യൂസിക് ഇട്ടു പാടി പാടാൻ ഞാൻ പാടാറുണ്ട്.
ചൈത്രരാട്ടിട്ടൻ താരപ്രഭ മാനവ കൈവരി തെളിച്ചുള്ളൂ വിണ്ണും നിന്നും മണ്ണിത്തിരമ്മ പുണ്യ കണ്ണന് വിണ്ണുവന വണ്ണം നൂറു രാജാക്കൻ തേടി വന്നാതില്ല എന്തൊരു മനോഹരമായ പാട്ട് ഇസബെല്ല. ഇനിയും നമുക്ക് വിഹാൻ ചന്ദ്രൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത് നോക്കാം. എൻ്റെ പേര് വിഹാനാണ്. ഞാൻ പാടാൻ പോകുന്നത് 2 വർഷം. വിഹാനിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു സിനിമാ ഗാനമായാലോ? പാടുന്നത് കല്യാണി ശാന്ത. നമസ്കാരം, എൻ്റെ പേര് കല്യാണി. ഞാനൊരു കുഞ്ഞു പാട്ട് പാടാം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം, കളിയാടാൻ നീ കിളിമരത്തനലോരം, കളിയാടാൻ നീ കിളിമരത്തനലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. നന്ദി. കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലെ ഈ പാട്ട് കേൾക്കാൻ എന്ത് രസമായിരുന്നു. അടുത്തതായി വരുന്നു കാർത്തിക്. നമസ്കാരം, എൻ്റെ പേര് കാർത്തിക്. ഞാൻ കൈരളി വിദ്യാലയത്തിലും മലയാളം പഠിക്കുന്നു. ഞാൻ കാട്ടിലെ കണ്ണൻ പാടാം. കണ്ണിയുണ്ണിയാണേ കണ്ണനാണ്, കൊച്ചുക്കൊമ്പനാണേ കൊമ്പനാണ്, ചേലുണ്ട് കളയുണ്ട് ചേച്ചുമുറും ചെവിയുണ്ട് നാലുക തൂണുണ്ട് ചൂപ്പോൾ പാലുണ്ട് കുട്ടനാണ്, കളിക്കുട്ടനാണ്, കേവനാണ്, തുമ്പിക്കൈനാണ്, കണ്ണിയുണ്ണിയാണേ കണ്ണനാണ്, കൊച്ചുക്കൊമ്പനാണ് വമ്പനാണ്, ചേലുണ്ട് കളയുണ്ട് ചേത്തുമുറും ചെവിയുണ്ട് നാലുക തൂണുണ്ട് ചൂപ്പോൾ പാലുണ്ട് കുട്ടനാണ്, കളിക്കുട്ടനാണ്, കേവനാണ്, തുമ്പിക്കൈനാണ്. നന്ദി, നമസ്കാരം. കൊള്ളാലോ കാർത്തിക്, ആ കാട്ടിലെ കണ്ണൻ അടിപൊളി. എൻ്റെ മലയാളം എന്ന കവിതയുമായി ജോഹാൻ ജെറി. നമസ്കാരം, എൻ്റെ പേര് ജോഹാൻ ജെറി. ഞാൻ കൈരളി മലയാളം സ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ വിദ്യാലയം എന്ന കവിതയിലെ കുറച്ച് വരികളാണ് ഞാൻ ചൊല്ലുന്നത്. തിങ്കളും താരിങ്കലും
തൂവല്ലി കഥേ ചിഹ്നം തൊങ്കമ്മാം വാനൻ ചോട്ടിൽ ആനന്റെ വിദ്യാലയം ഇന്നലെ കനിയൽ വാർത്തു കരഞ്ഞ കരിവാനം എന്നിതാ ചേരേക്കുന്നു പലോളി ചിതറുന്നു മധുരാമി ജീവിതം ചെറുതാൻ എന്നെ ഗീലം പരതിലെല്ലാം എന്നെ പഠിപ്പിക്കുണ്ടെന്തോ തെങ്കാലം താരിങ്കലും തൂവല്ലി കഥേ ചിഹ്നം തൊങ്ങമ്മാം വാലൻ ചോട്ടിൽ ആനന്റെ വിദ്യാലയം. നന്ദി, നമസ്കാരം. താങ്ക് യു ജോഹാൻ ജെറി. അടുത്തതായി ജൂഡിന്റെ ഒരു പാട്ട്. ജൂഡ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വായിക്കുന്നത്. നമുക്കത് എന്താന്ന് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ജൂഡ് വാച്ച. ഞാൻ കൈറാലി മലയാളം ക്ലാസ്സിൽ പഠിക്കുക. ടുഡേ ഞാൻ ഓട്ടാനോട് എൻ്റെ ഗിറ്റാർ കൊട്ടാൻ പോകുന്നു. നന്ദി, നമസ്കാരം. ജൂഡ് ഗിറ്റാർ വായിച്ചത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തതായി നമുക്ക് എലിയും പൂച്ച എന്ന പദ്യം കേൾക്കാം. കാർത്തികാണ് ഈ പദ്യം പറയുന്നത്. എലിയും പൂച്ചയും. ഒരു മാജാരൻ വനുപ്പുവി രാത്രിയും വെറിയും തേടി നടക്കാൻ നേരം തരസാച്ചൻ ഒരു വലയിൽ ചാടി കരുവും കാലും ഇളക്കാൻ നേരം പരവശനപ്പോൾ ഞാവു ഞാവു കരുവതും ചെയ്ത് വിടെ വലഞ്ഞു. അരികെയുള്ളൊരു പോത്തിലിരിക്കും പെരുതായുള്ളൊരു മൂഷിക്കനപ്പോൾ അറിയായുള്ളൊരു പൂച്ച തടിയൻ കഴിയുന്നതു കേതൊണ്ടു വിരണ്ടു. നന്ദി കാർത്തിക്. മാജാറിന്റെ പദ്യം നന്നായിരുന്നു. അടുത്തതായി കാതോട് കാതോഴം എന്ന സിനിമയിലെ ദേവദൂതർ പാടിയെന്ന പാട്ട് നന്ദൻ നമ്മൾക്ക് വേണ്ടി പാടുന്നു. ഞാൻ നന്ദൻ. ഞാൻ കേരളീയ വിദ്യാലയത്തിൽ മലയാളം പഠിക്കുന്നുണ്ട്. ഞാനൊരു പാട്ട് പാടാൻ പോവാം. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈയൊളിയും പൂക്കൾ ചൂടിയാടും നിലാവേൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈയൊളിയും പൂക്കൾ ചൂടിയാടും നിലാവേൽ.
ചൊല്ലി ദേവദൂത പാടി സ്നേഹദൂത പാടി ഇരുളിലും പൂക്കൾ ചൂടിയാടും നിലാവ്. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അയക്കണ്ണുനാടകൾ റൂത്തു തന്നു. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അയക്കണ്ണുനാടകൾ നേത്തു തന്നു. ആ മട പെട്ടി തുറന്നു തന്നു ആകാശം പൂത്തു. ഭൂമിയെ കല്യാണം സ്വർഗത്തിൽ കല്യാണം. ദേവദൂത പാടി സ്നേഹദൂത പാടി ഈ ഒളിവൻ പൂക്കൾ ചൂടിയാടും നിലാവൽ. ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. മിത്രക്കുട്ടി ആണ് അടുത്തത്. എൻ്റെ പേര് മിത്ര. ഞാൻ കൈരളി മലയാളം സ്കൂൾ പഠിക്കുന്നു. ഞാൻ ഒരു പാട്ടാണ് പാടുന്നത്. സുഖമാണ് മലയാളം, സുഗന്ധമാണ് മലയാളം, സുഗന്ധകുമാരി കറിയത്രി സുഗന്ധീകം മലയാളം. നന്ദി, നമസ്കാരം. സ്വീറ്റ് മിത്രയുടെ സ്വീറ്റ് പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? കഥയുമായി മാലിന്യവും മാനസ്യവും. നമ്മൾ കൈരളി മലയാളം സ്കൂളിൽ മലയാളം പഠിക്കാണ്. നമ്മൾ ഇന്ന് ചേച്ചി കൃഷ്ണഗാഥയുടെ വരികൾ പാടാം. ഉണ്ണിക്കായി തണ്ണീരെ വെച്ചു നിന്നീടീന വെണ്ണയെ കണ്ടപ്പോ നമ്മയപ്പോ വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനും നേരം വെണ്ണീരായി വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കായി തന്നീലെ വെണ്ണ വച്ചിരുമ്പോ മറ്റക്കായി തന്നിച്ചു കേറുമല്ലോ. മൂത്തവൻ കയ്യിലെ വെണ്ണ വച്ചിടുമ്പോ ആദ്യനായി നിന്നു നാം കേറുമല്ലോ. എങ്ങനെ കേട്ടവൻ നെറ്റുത്തിന്നേരം അമ്മു തിരിഞ്ഞ നാലെന്ന നേരം. കയ്യിലെ വെണ്ണയിൽ കയ്യിലെ വായിലെ തയോന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. നന്ദി മാലിനി ആൻഡ് മാനസ. ധനം എന്ന മൂവിയിലെ ഒരു ഗാനവുമായി വരുന്നു നക്ഷത്ര. നമസ്കാരം, എൻ്റെ പേര് നക്ഷത്ര ആണ്. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു പാട്ട് പാടാൻ പോകുകയാണ്. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ. തെന്നലറിയാതെ അണ്ണാര കണ്ണനറിയാതെ വെങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീര് പാമോ. ഊഞ്ഞാലാട്ടിയുറക്കാമോ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീല
തേങ്ങാപ്പുല്ലിൽ മുട്ടിയൂരുമ്മി ഊരുമ്മിക്കണ പച്ചക്കുതിരകളെ നെറ്റിയില താമ്പൂ മുറിക്കാൻ വാ കസ്തൂരി ചുണ്ണാമ്പൂ തേക്കാൻ വാ കൊച്ചാരിപ്പല്ലു മുറുക്കിച്ചു വയ്ക്കുമ്പോൾ മുത്തശ്ശി അമ്മയെ കാണാൻ വാ ക്ഷീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. നന്ദി, നമസ്കാരം. നക്ഷത്രയുടെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അടുത്തതായി ലേഖ ഒരു പാട്ട് പാടും. നമസ്കാരം, എൻ്റെ പേര് രേഖ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞാൻ ഒരു പാട്ട് പാടാൻ പോകുന്നു. അമ്പലിയമ്മാവ താമര കുമ്പലിയെന്നുണ്ട്, അമ്പലിയമ്മാവ താമര കുമ്പലിയെന്നുണ്ട്, കുബത്തെരിപ്പാനോ മാനത്ത് കൊമ്പനാന പുറത്ത്, കുബത്തെരിപ്പാനോ മാനത്ത് കൊമ്പനാന പുറത്ത്, അമ്പലിയമ്മാവ താമര കുമ്പലിയെന്നുണ്ട്, അമ്പലിയമ്മാവ താമര കുമ്പലിയെന്നുണ്ട്. നന്ദി, നമസ്കാരം. നന്ദി ലേഖ, ആ പാട്ട് നന്നായിരുന്നു. അടുത്തതായി നമുക്ക് നിഖിൽ നായരിന്റെ ഒരു പദ്യം കേൾക്കാം. എൻ്റെ പേര് നിഖിൽ നായർ ആണ്. ഞാൻ കൈരാളി സ്കൂൾ പഠിക്കുന്നു. ഒരു പാട്ട് പാടാൻ പോകുന്നു. അപ്പു കൊത്തിന കൊതി തോന്നി, അത് തീനൽ കൊതി തോന്നി, അച്ഛൻ പോയി അടിവാണി, അടിക്കൊണ്ട് അമ്മ അടച്ചിട്ടു. പദ്യം എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി നവനീത കൃഷ്ണ ഒരു കവിത ചൊല്ലും. നമസ്കാരം, എൻ്റെ പേര് നവനീത. ഞാൻ കൈരളി വിദ്യാലയത്തിൽ മലയാളം പഠിക്കുന്നു. ഞാൻ പാടാൻ പോകുന്നത് കുമാരൻ ആശാന്റെ സങ്കീർത്തനത്തിലെ ഏതാനും വരികളാണ്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരേഷ്മി നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. നന്ദി, നമസ്കാരം. ആ സുന്ദര കവിതയ്ക്ക് ഒത്തിരി നന്ദി. അടുത്തതായി നന്ദന കൃഷ്ണ ഒരു കഥ പറയും. ഹലോ, എൻ്റെ പേര് നന്ദന. ഞാനൊരു കഥ പറയും. ഒരത്ത് ഒരു ആന ഉണ്ട്. കുളിക്കാൻ പോകുമ്പോ സൂചിക്കാരന് ആനയെ പഴം കൊടുക്കും. ഒരു ദിവസം സൂചിക്കാരൻ ആനയെ കുത്തി. ആന ദേഷ്യപ്പെട്ടു. പിന്നെ ആ ആന കുളിക്കുമ്പോ നിറച്ച വെള്ളം എടുത്തു സൂചിക്കാരനെ ഒഴിച്ചു. നന്ദനയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പൂക്കാലം എന്ന കവിതയുമായി മേഘന നായർ. എൻ്റെ പേര് മേഘന നായർ. ഞാൻ കൈരളി വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരു പദ്യം ചൊല്ലാൻ പോവാണ്. അതിന്റെ പേര് പൂക്കാലം. കുഞ്ഞിക്കുയിലെ കുഞ്ഞിക്കുയിലെ കൊള്ളും കൊണ്ട് പറന്നു വരൂ, കാവുകൾ തോറും പീലിക്കുടഞ്ഞു കണ്ണുകൾ കവരും പൂക്കാലം. നീലക്കുരുവി നീലക്കുരുവി ചേലിൽ നർത്തനമാടി വരൂ, കാവുകൾ തോറും പൂക്കണി വച്ചു കണ്ണുകൾ കവരും പൂക്കാലം. പച്ചത്തത്തെ പാടും തത്തെ കൊച്ചടി വെച്ച് നടന്നു വരൂ,
വള്ളികൾ തോറും തോരനുമിട്ടു ഉള്ളം കവരും പൂക്കാലം. താങ്ക് യു മേഘന, നന്നായി പാടി. ഒരു കഥ പറഞ്ഞു തരണ നിക്കി. എൻ്റെ പേര് നിക്കി. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരു കഥ പറയാൻ പോകുന്നു. കഥയുടെ പേരാണ് നല്ല ബുദ്ധി. കാട്ടാടും കളമാനും ഒരു വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളത്തിനായി അന്വേഷിച്ച് നടന്നു. അത് വലിയ വേനൽക്കാലം ആയിരുന്നു. അലഞ്ഞു തിരിഞ്ഞ ഒരു സമയത്ത് ഒരു നടയുടെ അടുത്ത് എത്തി 2 പേര്. ഞാനാണ് ആദ്യം വന്നത്. ഞാൻ കുടിച്ചിട്ട് നീ കുടിച്ചോ, കാട്ടാട പറഞ്ഞു. ഞാനാണ് ആദ്യം വന്നത്. ഞാൻ കുടിച്ചു. മതി, നീ കുടിച്ചോ എന്ന കളമാൻ പറഞ്ഞ് തർക്കമൂത്ത കാട്ടാട ഓടി വന്ന കളമാനന് ഇടിച്ചു. കളമാൻ 2 അടി പിന്നോട് മാറി ദേശത്തോടെ വന്ന് കാട്ടാടിനെ കൊത്തി. അങ്ങനെ 2 പേരും കൂട്ടി ഇടിച്ചു വരക മുറുക്കി. അപ്പോൾ മുകളിൽ കഴുകാന്മാർ വട്ടം ഇട്ട് പറയുന്നത് അവരുടെ കണ്ണൽപ്പെട്ട്. യുദ്ധത്തിൽ ഒരാൾ മരിക്കും. അയാളെ ഭക്ഷണം ആക്കാം. ഇതിനാണ് കഴുകാന്മാർ വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കി അതിനും മണ്ണിനാം അവർ വഴക്ക് തീർത്ത 2 പേര് ഒന്നിച്ച് വെള്ളം കുടിച്ച് സുഹൃത്തുക്കളായി. നന്ദി, നമസ്കാരം. താങ്ക് യു നിക്കി. അടുത്തതായി നിവാൻ സതീഷ് ഒരു പാട്ട് പാടും. എൻ്റെ പേര് നിവാൻ ആണ്. ഞാൻ കൈരളി മലയാളം ക്ലാസ് പഠിക്കുന്നു. ഞാൻ പാട്ട് പാടാൻ പോകുന്നു. നിറത്തിൽ മഴവില്ല്, ഏറ്റവും അകലെ മഴവില്ല്, ഏവരും കൊതിക്കും മഴവില്ല്, ഏറകുള്ള മഴവില്ല്. നിവാനുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരു പദ്യം ചൊല്ലുന്നത് നിരഞ്ജൻ. ഞാൻ നിരഞ്ജൻ കൈരളി സ്കൂൾ പഠിക്കുന്നു. ഒരു പാട്ടുക. നിരഞ്ജന വീട് എന്തോ നല്ല വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മ ഉണ്ട് വീട്ടിൽ, ചേട്ടനുണ്ട് വീട്ടിൽ, നിരഞ്ജന വീട് എന്തോ നല്ല വീട്. നമസ്കാരം. നല്ലൊരു പദ്യമായിരുന്നു നിരഞ്ജൻ നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്. അടുത്തതായി ഒലിവിയ ഒരു ക്രിസ്മസ് പാട്ട് പാടും. എൻ്റെ പേര് ഒലിവിയ. ഞാൻ കൈരളി വിദ്യാലയത്തിൽ മലയാളം പഠിക്കുന്നു.
പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലാലാലാ 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 ലാലാ ആഹാ 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 താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താരാഗണങ്ങളാൽ ആഗതനാകുമ്പോൾ പാലാരൂപികൾ കായക ശ്രേഷ്ഠർ പാലാരൂപികൾ കായക ശ്രേഷ്ഠർ പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലാലാലാ 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 ലാലാ ലാലാ ആഹാ ആഹാ ആഹാ
വിചാരിക്കുന്നു. ഇനിയൊരു നാടൻ പാട്ട് പാടുന്നത് പാർവതി ഗോപി കൃഷ്ണ. നമസ്കാരം, എൻ്റെ പേര് പാർവതി. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് ഒരു നാടൻ പാട്ടാണ്. അമ്പിളി മാമനു കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്ത് മേഘത്തിനാലെ ചുമച്ചിട നല്ല പുതപ്പിനി ചേലാലെ. അമ്പിളി മാമനു കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്ത് മേഘത്തിനാലെ ചുമച്ചിട നല്ല പുതപ്പിനി ചേലാലെ. സന്ധ്യമയങ്ങുന്ന നേരത്ത് ദൂരത്ത് കണ്ണമേറ്റു വരുന്നേരം, കുട്ടിനു നക്ഷത്ര കുട്ടികൾ എത്രയും മാമന്റെ കൂടെയെല്ലാരും. സന്ധ്യമയങ്ങുന്ന നേരത്ത് ദൂരത്ത് കണ്ണമേറ്റു വരുന്നേരം, കുട്ടിനു നക്ഷത്ര കുട്ടികൾ എത്രയും മാമന്റെ കൂടെയെല്ലാരും, മാമന്റെ കൂടെയെല്ലാരും. അമ്പിളി മാമനു കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്ത് മേഘത്തിനാലെ ചുമച്ചിട നല്ല പുതപ്പിനി ചേലാലെ. മിന്നാമിനുങ്ങുകൾ മാമന്റെ കണ്ടിട്ടു മിന്നി തെളിഞ്ഞു പറക്കുന്നേ, കുട്ടിക്കൂറങ്ങുള്ള കുട്ടിക്കൂറങ്ങുകൾ കെട്ടി പേടിക്കുവാൻ ചാടുന്നേ. മിന്നാമിനുങ്ങുകൾ മാമനെ കണ്ടിട്ടു മിന്നി തെളിഞ്ഞു പറക്കുന്നേ, കുട്ടിക്കൂറങ്ങുള്ള കുട്ടിക്കൂറങ്ങുകൾ കെട്ടി പേടിക്കുവാൻ ചാടുന്നേ, കെട്ടി പേടിക്കുവാൻ ചാടുന്നേ. അമ്പിളി മാമനു കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്ത് മേഘത്തിനാലെ ചുമച്ചിട നല്ല പുതപ്പിനി ചേലാലെ. അമ്പിളി മാമന്റെ പുഞ്ചിരി കണ്ടപ്പോ ചെമ്പക്കപ്പൂവുന്നു നാനീച്ചേ, എന്നാണു മാമനെ കാണാത്തു കാണാത്തെ കള്ളക്കുറുക്കാനും ചോദിച്ചേ. അമ്പിളി മാമന്റെ പുഞ്ചിരി കണ്ടപ്പോ ചെമ്പക്കപ്പൂവുന്നു നാനീച്ചേ, എന്താണു മാമനെ കാണാത്തു കാണാത്തെ കള്ളക്കുറുക്കാനും ചോദിച്ചേ, കള്ളക്കുറുക്കാനും ചോദിച്ചേ. അമ്പിളി മാമനു കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്ത് മേഘത്തിനാലെ ചുമച്ചിട നല്ല പുതപ്പിനി ചേലാലെ. പാടത്തിരിഞ്ഞിട്ടു കുഞ്ഞനും കുത്തന കുഞ്ഞത്തവള തിരക്കുന്നേ, എന്നാണു മാമനു നല്ല പുതപ്പിനി ഒന്നു കൊടുക്കാനും തന്നാണ്. പാടത്തിരിഞ്ഞിട്ടു കുഞ്ഞനും കുത്തന കുഞ്ഞത്തവള തിരക്കുന്നേ, എന്നാണു മാമന നല്ല പുതപ്പിനി ഒന്നു കൊടുക്കാനതെന്നാണ്, ഒന്നു കൊടുക്കാനതെന്നാണ്. അമ്പിളി മാമനു കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്ത് മേഘത്തിനാലെ ചുമച്ചിട നല്ല പുതുപ്പിനി ചേലാലെ. ആ നല്ല നാടൻ പാട്ടിന് ഒരു നല്ല നന്ദി. അടുത്തതായി പ്രണീത് പൂമത്തോലെ എന്ന പാട്ട് പാടും. നമസ്കാരം,
എൻ്റെ പേര് പ്രണീത് പുരുഷോത്തമൻ. ഞാൻ കൈരളി മലയാളം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. പ്രണീത് എന്ത് മനോഹരമായ പാട്ട് പാടി. ഒരു വയലിൻ പെർഫോമൻസും ആയി എത്തുന്നു നേഹ. നന്നായി വയലിൻ വായിച്ചു. ഒരു ക്രിസ്മസ് ഗാനവുമായി വരുന്നു നിതിൻ, നൊറീൻ ആൻഡ് നോവ. ഹലോ, എൻ്റെ പേര് നോവ പാറിയൻ. എൻ്റെ പേര് നൊറീൻ പാറിയൻ. എൻ്റെ പേര് നിതിൻ പാറിയൻ. ഞങ്ങൾ എല്ലാവരും കൈരളി സ്കൂളിൽ പഠിക്കുന്ന. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ഒരു ക്രിസ്മസ് ഗാനം പാടുന്നതായിരിക്കും. ഈ ക്രിസ്മസ് മൂലം മാനവർ എന്നെന്നും ജീവിക്കും. ഈ ക്രിസ്മസ് മൂലം മാനവർ എന്നെന്നും ജീവിക്കും. അന്നൊരു നാൾ ബേത്ലഹേമിൽ പിറന്നു പൊന്നുണ്ണി. മേരി സുന്നു ഈശൻ വരുന്ന ക്രിസ്മസ് നാൾ. ദൂതവൃന്ദം പാടുന്നു പ്രതീക്ഷം ജാതനായി. ഈ ക്രിസ്മസ് മൂലം മാനവർ ഇന്നെന്നും ജീവിക്കും. ഈ ക്രിസ്മസ് മൂലം മാനവർ ഇന്നെന്നും ജീവിക്കും. വന്നുച്ചു വിന്തരഗാനം പറന്നു പൊന്ത് നീ. അമോദത്തിൻ ഗീതകം ശ്രവിച്ചി ക്രിസ്മസ് നാൾ. ദൂതവൃന്ദം പാടുന്നു പ്രതീക്ഷം ജാതനായി. ഈ ക്രിസ്മസ് മൂലം മാനവർ
ഇന്നെന്നും ജീവിക്കും. ഈ ക്രിസ്മസ് മൂലം മാനവൻ ഇന്നെന്നും ജീവിക്കും. നല്ലൊരു ക്രിസ്മസ് ഗാനമല്ലേ അവർ പാടിയത്. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി പൃഥ്വി കൃഷിക്കാരനും കൊക്കും എന്ന കഥ പറയും. നമസ്കാരം, എൻ്റെ പേരാണ് പൃഥ്വി. ഞാനൊരു കൊച്ചു കഥ പറയാൻ പോവാണ്. ഈ കഥാൻ്റെ പേരാണ് കൃഷിക്കാരനും കൊക്ക്. ഒരു കൃഷിക്കാരൻ വിതയ്ക്കുന്ന വിത്തെല്ലാം കുറെ പക്ഷികൾ കൊതി തിന്നു നശിപ്പിക്കുക പതിവായിരുന്നു. അയാൾ അവയെ കൊണ്ട് പൊറുത്തി മുട്ടി. കൃഷിക്കാരൻ അവയെ പിടിക്കാൻ ഒരു വല വച്ചു. പിറ്റേ ദിവസം കുറെ പക്ഷികൾ വലയിൽ കുടുങ്ങി. അവയുടെ കൂട്ടത്തിൽ ഒരു കൊക്കുണ്ടായിരുന്നു. തന്നെ രക്ഷിക്കാമെന്ന് കൊക്ക് കൃഷിക്കാരനോട് അപേക്ഷിച്ചു. അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, നീയും എൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിലാണ് വന്നത്. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഗുണപാഠം: ചീത്ത കൂട്ടുകെട്ടിൽ ചെന്നു ചാടരുത്. നമസ്കാരം. പൃഥ്വി കൃഷിക്കാരനും കൊക്കും എന്ന കഥ ഭംഗിയായി പറഞ്ഞു. അടുത്തതായി പ്രീതം സതീഷ് അവതരിപ്പിക്കുന്ന ഒരു കഥ കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് പ്രീതം. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഒരു മലയാളം കഥ ഇപ്പം പറയാൻ പോകുന്നു. ഒരിടത്തെ ഒരു വൃദ്ധനായ കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് 3 മക്കളുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് കൃഷിക്കാരൻ ഒരു കാര്യം മക്കളോട് പറഞ്ഞു. നമ്മുടെ വില്ലഭൂമിയിൽ ഒരു നിധിയുണ്ട്. എവിടെയാ എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എനിക്കറിയാം. മരിച്ചതിന് ശേഷം 3 മക്കൾ നിധി കണ്ടുപിടിക്കാൻ തുടങ്ങി. ഒരു സ്ഥലം പോലെ വിടാതെ അവർ കിളിച്ചു മറിച്ചു. അതുപോലെ 2-3 പ്രാവശ്യം ചെയ്തു. പക്ഷെ നിധി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പകരം അവർ വിത്തുകൾ വിതച്ചു. വെല്ലുവിടുപ്പം സമയം കഴിഞ്ഞിട്ട് അവർ സമ്പന്നരായി. അപ്പോൾ അവർ മനസ്സിലാക്കി, കൃഷിക്കാരൻ്റെ നിധി സ്വർണമല്ല. പരിശ്രമത്തെ പറ്റിയുള്ള ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അടുത്തതായി രശ്മിക നമുക്ക് ഒരു കഥ പറഞ്ഞു തരാം. എൻ്റെ പേര് രശ്മിക. ഞാൻ കൈരളി മലയാളം ക്ലാസ് പഠിക്കുന്നു. ഞാൻ ഒരു കഥ പറയാൻ പോകുക. എടുത്തുചാട്ടം ആപത്ത്. ഒരു സ്ത്രീ ഒരു കീരിയെ ഓമനിച്ചു വളർത്തിയിരുന്നു. ആ കീരിയെ വളരെ വിശ്വസ്തയായിരുന്നു. ഒരു ദിവസം തൻ്റെ കുട്ടിയെ കീരിയുടെ സംരക്ഷണത്തിൽ ആക്കി സ്ത്രീ വെള്ളം കൊണ്ടുവരാൻ പോയി. ആ സമയത്ത് ഒരു വലിയ മൂർഖൻ പാമ്പ് വീട്ടിൽ കടന്നു വന്നു. വളരെ നേരത്തെ യുദ്ധത്തിന് ശേഷം കീരി പാമ്പിനെ കൊന്നു. തിരിച്ച് എത്തിയ സ്ത്രീ കണ്ടത് വലിയ വയൽ ചോരമായി വാതിക്ക് കിടക്കുന്ന കീരിയാണ്. കീരി തൻ്റെ കുഞ്ഞിനെ കൊന്നിരുന്നു കരുതി. സ്ത്രീ തൻ്റെ കയ്യിൽ ഉള്ള വെള്ളം നിറച്ചു കുടം അതിൻ്റെ പുറത്തേക്ക് ഇട്ടു. കീരി ചത്തു വീണു. എന്നാൽ വീട്ടിൽ ഉള്ള രംഗം കണ്ട് അവർക്ക് പക്ഷാതാപം ഉണ്ടായി. കളിച്ച് കൊതിരുന്ന കുഞ്ഞിന് സമീപം ഒരു വലിയ മൂർഖൻ പാമ്പ് ചത്തു കിടക്കുന്നു. കിരീട ശരീരത്തിൽ
തലോടിക്കൊണ്ട് അവർ കണ്ണീർ ഒഴുകി. കഷ്ടം. അലോജിത് ആ കാട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ബലം ദുഃഖം. നമസ്കാരം. രശ്മികയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഇനിയൊരു പെർഫോമൻസ് ആണ് ബൈ ഷെസൻ ഷഹാൻ. നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം. എൻ്റെ പേര് ഷെസ. എൻ്റെ പേര് ഷഹാൻ. ഞങ്ങൾ കൈരളി മലയാളം ക്ലാസ് പഠിക്കുന്നു. ഞങ്ങൾ കിയാം കിയാം കുരുവിയാൻ പാട്ട് പെർഫോം ചെയ്യാണ്. കിയാ കിയാ കുരുവിയാൻ കിയാ കിയാ കോ, കിയാ കിയാ കുരുവിയാൻ കിയാ കിയാ കോ. നെല്ലി മരമേ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാ കിയാ കുരുവിയാൻ കിയാ കിയാ കോ, കിയാ കിയാ കുരുവിയാൻ കിയാ കിയാ കോ. തേക്കുമരമേ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാ കിയാ കുരുവിയാൻ കിയാ കിയാ കോ, കിയാ കിയാ കുരുവിയാൻ കിയാ കിയാ കോ. പ്ലാവുമരമേ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാ കിയാ കുരുവിയാൻ കിയാ കിയാ കോ, കിയാ കിയാ കുരുവിയാൻ കിയാ കിയാ കോ. വാഴച്ചെടിയെ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരാലോ കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരാലോ ഞാൻ. കാറ്റ് വന്നു കിരിയും വെട്ടി മഴയും പെയ്തല്ലോ. അയ്യോ പാവം നെല്ലിയ മരം മറിഞ്ഞു വീണല്ലോ. കിരിയും വെട്ടി മഴയും പെയ്തല്ലോ. അയ്യോ പാവം തേക്കുമരം മറിഞ്ഞു വീണല്ലോ. കിരിയും വെട്ടി മഴയും പെയ്തല്ലോ. അയ്യോ പാവം പ്ലാവുമരം മറിഞ്ഞു വീണല്ലോ. കാറ്റ് പോയി കിരിയും പോയി മഴയും പോയല്ലോ. സ്നേഹമുള്ള വാഴച്ചെടിയെ ദൈവം കാത്തല്ലോ. സ്നേഹമുള്ള വാഴച്ചെടിയെ ദൈവം കാത്തല്ലോ. കിയാൻ കിയാൻ കുരുവി ഞാൻ. സൂപ്പർ ആയിരുന്നു ഷെസൻ ഷഹാൻ. അടുത്തതായി റിബേക്ക ജോൺ ഒരു കഥ പറയും. റിബേക്ക ആണ്. ഞാൻ കൈരളി മലയാളം ക്ലാസ് പോകുന്നു. ഞാൻ ഒരു കഥ പറയാൻ പോകുന്നു. കഥയുടെ പേര് ആണ് കരകൻ കൃഷിക്കാരൻ. ഒരു ഗ്രാമത്തിൽ പക്ഷിക്കൂട്ടത്തോടെ വിളകൾ തിന്ന് നശിപ്പിച്ചു. എന്നമൂലം കരകൻ നഷ്ടം വന്നു. ഒരു കരകൻ തന്റെ കൃഷിസ്ഥലത്ത് പക്ഷികൾ പിരികൊടു വല വെച്ചു. ഒരു കരകൻ ഒരു പ്രാണിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വലയിൽ കൂട
കൃഷിക്കാരൻ കരകൻ പിടികൂടി തന്നെ വെട്ടിക്കാൻ കൃഷിക്കാരൻ കേന അപേക്ഷിച്ചുകൊണ്ട് കരകൻ പറഞ്ഞു, അല്ലയോ കൃഷിക്കാരൻ, ഞാൻ താങ്കൾ എന്നെ അപേക്ഷിച്ചു എന്നെ വിട്ട് എനിക്ക് പോകട്ടെ. കൃഷിക്കാരൻ said, ആ പ്രാവിന് നിനക്ക് എന്ത് ഉപദേശിച്ചത്? കരകൻ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഗുണപാഠം: നിങ്ങൾ മലർക്കം എന്ന് ചെയ്യണം, അതുപോലെ നിങ്ങൾ തിരിച്ചു കിട്ടാം. നിങ്ങൾക്ക് എല്ലാവർക്കും റിബക്കയുടെ കഥ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഒരു പാട്ടുമായി നിഖിൽ വിഷ്ണു. എൻ്റെ പേര് നിഖിൽ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പാട്ട് പാടാൻ പോകുന്നു. ചെറിയൊരു പച്ച വീടുണ്ട്. ചെറിയൊരു പച്ച വീട്ടിനുള്ളിൽ ചെറിയൊരു നാറുള്ള വീടുണ്ട്. ചെറിയൊരു നാറുള്ള വീട്ടിനുള്ളിൽ ചെറിയൊരു കട്ടി വീടുണ്ട്. ചെറിയൊരു കട്ടി വീട്ടിനുള്ളിൽ ചെറിയൊരു വെള്ള വീടുണ്ട്. ചെറിയൊരു വെള്ള വീട്ടിനുള്ളിൽ നിറയെ മധുരിക്കാൻ വെള്ളമുണ്ട്. നിഖിലിന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്തതായി റിയ നമുക്ക് വേണ്ടി ശരിയായ സുഹൃത്തെന്ന കഥ പറയും. നമസ്കാരം, എൻ്റെ പേര് റിയ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കഥ പറയാൻ പോകുന്നു. കഥയുടെ പേരാണ് ശരിയായ സുഹൃത്ത്. ഒരിടത്ത് 2 കൂട്ടുകാർ ഉണ്ടായിരുന്നു, രാമനും സോമനും. ഒരു ദിവസം 2 പേരും കാട്ടിലൂടെ യാത്ര പോകുകയായിരുന്നു. ദൂരെ ഒരു കരടിയെ കണ്ടു. അവർ ഭയപ്പെട്ടു. മരത്തിൽ കയറാൻ അറിയാമെന്ന രാമൻ കൂട്ടുകാരൻ ഉപേക്ഷിച്ചു മരത്തിൽ കയറി. മരം കയറ്റാൻ അറിയാതിരുന്ന സോമൻ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു. സോമൻ ഒരു അപായം തോന്നി. അവൻ ശ്വാസം അടക്കി പിടിച്ച് നിലത്ത് കിടന്ന് ചത്ത ജീവികളെ കരത്തി ഉപദ്രവിക്കലെ എന്നു അവൻ കേട്ടിരുന്നു. കരടി അവന്റെ അടുത്ത് വന്നു മണം പിടിച്ചു നോക്കി. ഉപദ്രവിക്കരെ തിരിച്ചുപോയി. മരത്തിൽ നിന്നു ഇറങ്ങിയ രാമൻ ചോദിച്ചു, ചങ്ങാതി, കരടി എന്താണ് നിന്റെ ചെവിയിൽ പറഞ്ഞത്? അപ്പോൾ സോമൻ ഇങ്ങനെ മറുപടി അബദ്ധത്തിൽ ഉപേക്ഷിക്കുന്നവർ ചങ്ങാതിയല്ല. ഗുണപാഠം: ആപത്ത് കാലത്ത് സഹായിക്കുന്നവൻ യാതൊരു സുഹൃത്ത്. നന്ദി, നമസ്കാരം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തതായി പ്രണവിന്റെ ഒരു ഗാനം. നമസ്കാരം, എൻ്റെ പേര് പ്രണവാണ്. ഞാൻ
കൈരളി മലയാളം ക്ലാസ് പഠിക്കുന്നു. മെറി ക്രിസ്മസ്. മിനിങ്ങും മിനാമിനുങ്ങ മിനി മിനി തെരന്തതാരെ വരമോ ചരയനച്ചൻ മിനിങ്ങും മിനാമിനുങ്ങ മിനി മിനി തെരന്തതാരെ വരമോ ചരയനച്ചൻ നെരുക്കിൽ തത്തത്തോനി കതുകൾ പാടിയിറക്കാൻ വരമോ ചരയനച്ചൻ പുതു കനവാമശിയരുതേ മരക്കളിയാദ്യം ചിറക്കുകളി കിലുക്കിലുങ്കം തരികരയേക്കി കുഞ്ചി ചന്തിൽ പന്നോത്തിനും തന്നും മമ്മൂട്ടി പിച്ച പിച്ച വെക്കാൻ കൊടി വന്നു കൈനീട്ടി മിനിങ്ങും മിനാമിനുങ്ങേ മിനി മിനി തെരന്തതാരെ വരമോ ചരയനച്ചൻ വരമോ ചരയനച്ചൻ. താങ്ക് യു പ്രണവ്, നല്ല പാട്ട്. അടുത്തതായി റോഹൻ നമുക്ക് വേണ്ടി പുകഴ്ത്തുന്നവരെ സൂക്ഷിക്കുക എന്ന കഥ പറയും. എൻ്റെ പേര് റോഹൻ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ ഒരു കഥ ആണ് പറയാൻ പോകുന്നത്. കഥയുടെ പേരാണ് പുകഴ്ത്തുന്നവരെ സൂക്ഷിക്കണം. ഒരു കാക്കയ്ക്ക് എവിടുന്ന് ഒരു അപ്പം കിട്ടി. കാക്ക ആരുമായി ഒരു മരത്തിലെ കൊമ്പിൽ ഇരുന്നു തിന്നാൻ തുടങ്ങി. അത് കൊണ്ട് വന്ന കുറുക്കൻ്റെ വായിൽ വെള്ളം ഓറി. എങ്ങനെയെങ്കിലും അപ്പം തട്ടി എടുക്കാൻ കുറുക്കൻ തീരുമാനിച്ചു. കുറുക്കൻ കാക്കയോട്, കാക്ക നിന്റെ പത്ത് എത്ര മധുരം ഉള്ളതെന്ന് അന്നു പാടാം. ഇപ്പോൾ കേട്ട കാക്ക, ഞാൻ ഒരു വലിയ പട്ടക്കാരൻ എന്ന് വിചാരിച്ചു വായ തുറന്ന് പാടാൻ തുടങ്ങി. അപ്പോൾ അപ്പം നിലത്ത് വീണു. കുറുക്കൻ അപ്പം എടുത്ത് കൊണ്ട് ഓടി പോയി. ഗണ്ണപ്പാട്ടം വെറുത്ത പുകഴ്ത്തുന്നവരെ സൂക്ഷിക്കണം. നന്ദി, നമസ്കാരം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടുത്തതായി റേച്ചൽ ജോൺ വയലാൻ വായിക്കുന്നത് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് റേച്ചലാണ്. ഞാൻ കൈരളി മലയാള ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ വിയോലയില് ഒരു പാട്ട് വായിക്കാൻ പോവാണ്. ഈ പാട്ടിന്റെ പേര് ദൈവം പിറക്കുന്നു. ഒരു മലയാളം ക്രിസ്മസ് കാരോളിന്റെ പാട്ടാണ്.
ക്രിസ്മസ് പാട്ട് കേൾക്കാൻ എന്ത് രസമായിരുന്നു. അടുത്തതായി എൻ്റെ അനിയൻ സമീക്ഷ് ബത്തൻ അമ്പലി മുത്തശ്ശി എന്ന പാട്ട് പാടും. ആകാശത്തിൽ മുത്തശ്ശി അമ്പലി മുത്തശ്ശി, പലാലത്തിൽ മുത്തശ്ശി പാവം മുത്തശ്ശി, സൂര്യൻ മഴയും നേരത്ത് എത്തുന്നു നോക്കാം മുത്തശ്ശി, കൂത്തിനത്ത് താരങ്ങൾ മിന്നി മിന്നി കത്തുമ്പോൾ മാനം എന്തൊരു ചേലാണ് സുന്ദരി മുത്തശ്ശി. എല്ലാവർക്കും അമ്പലി മുത്തശ്ശി ഇഷ്ടപ്പെട്ടോ? ഇനിയൊരു പദ്യം കേട്ടാലോ? ദേ വരുന്നു വിക്രം. എൻ്റെ പേര് വിക്രം. ഞാൻ കൈരളി മലയാളം സ്കൂൾ പഠിക്കുന്നു. ഞാൻ പാട്ട് പാടുന്നു. ഗജം എന്ന ആന, ഗദം എന്ന കൂട്ടം, ഗലം എന്ന കഴുത്ത്, ഗഡം ഗവദം എന്ന വാസന. നന്ദി, നമസ്കാരം. നല്ല പദ്യമായിരുന്നു വിക്രം, സൂപ്പർ. നമുക്ക് നോറയുടെ മഴയെ കുറിച്ചൊരു പാട്ടായാലോ? എൻ്റെ പേര് നോറ. ഞാൻ കൈരളി മലയാളം സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ഒരു പാട്ട് പാടാം. കരിമേഘം പെയ്യുന്നു, കടിക്കിടികത്തിൽ പെയ്യുന്നു, കാടും മഴയും നനയുന്നു, കിണറും തോടും നിറയുന്നു. നന്ദി, നമസ്കാരം. നോറ ജോസഫിന്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തതായി നമ്മളുടെ മുമ്പിൽ വരുന്നത് ഷിയ അശോക് ആണ്. ഷിയ ഒരു മനോഹരമായ പാട്ട് പാടും. എൻ്റെ പേര് ഷിയ ആണ്. ഞാൻ കൈരളി മലയാളം സ്കൂളിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നെല്ലിക്ക പറ്റിയുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. ആഹാ കണ്ടോ നെല്ലിക്ക, ചെറുന്നൂറ് നെല്ലിക്ക, ഉണകടിച്ചാൽ അയ്യ, എന്തു ചവർപ്പി നെല്ലിക്ക, ഇത്തിരി വെള്ളം പിന്നാലെ, വേഗം മോങ്കുക കുഞ്ഞുണ്ണി, ആഹാ മധുര താൻകായെ, മാറും ഞങ്ങളുടെ നെല്ലിക്ക. നന്ദി, നമസ്കാരം. അതൊരു നല്ല പാട്ടായിരുന്നു ഷിയ. അടുത്തതായി ഒരു കുഞ്ഞു പാട്ട് പാടുന്ന റാഫേൽ. ഞാൻ റാഫേൽ ആണ്. ഞാൻ കൈരളി മലയാളം ക്ലാസ് പഠിക്കുന്നു. ഞാൻ ഒരു പാട്ട് പാടാൻ പോകുന്നു. അപ്പം ചുട്ടു അപ്പം തിന്നാൻ കൊതി കേറി, അപ്പു കിടന്നു കഴിഞ്ഞപ്പോൾ അപ്പം ചുട്ടു അപ്പൂപ്പൻ, അപ്പോൾ അപ്പു ചിരിച്ചല്ലോ. നല്ല പാട്ട്. താങ്ക് യു റാഫേൽ. അടുത്തതായി റേച്ചൽ സൂസൻ ജോർജിന്റെ ഒരു ക്രിസ്തീയ ഗാനം കേൾക്കാം. നമസ്കാരം. എൻ്റെ പേര് റേച്ചൽ സൂസൻ ജോർജ് ആണ്. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുവാണ്. ഞാൻ ഒരു പാട്ട് പാടാൻ പോകുന്നു. സർവഭൂമേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്നു സ്നേഹമോടെ ഞാൻ. സർവഭൂമേശുനാഥൻ ഞാൻ സമർപ്പണം ചെയ്തിരുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും. സർവഭൂമേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്നു സ്നേഹമോടെ ഞാൻ. നന്ദി, നമസ്കാരം. സർവഭൂമേശുനാഥനായി എന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ എന്ന് കരുതുന്നു. പൂജ നമുക്ക് വേണ്ടി ബാപ്പുജിയുടെ ഒരു പാട്ട് പാടുന്നു. നമസ്കാരം. എൻ്റെ പേര് പൂജ നായർ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നു.
ഞാൻ ഇന്ന് ബാബുച്ചിനെ പറ്റി ഒരു പാട്ട് പാടാൻ പോവാ. നമ്മൾ കണ്ടൊരു മുത്തച്ഛൻ, നന്മയേനൊരു മുത്തച്ഛൻ, നമ്മളുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നൊരു മുത്തച്ഛൻ, അടിയും വിടിയും കൂസാതെ അടിമിടി കൂടാൻ പോവാതെ ഇടമാ ചങ്ങല പൊട്ടിക്കാൻ പാട്ടുകൾ പറ്റിയൊരു മുത്തച്ഛൻ, നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി തീരാനും വഴികാണിച്ചു മുത്തച്ഛൻ, ബാബുച്ചി എന്നൊരു മുത്തച്ഛൻ. നന്ദി, നമസ്കാരം. പൂജയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തതായി ഞാൻ തനുഷ്ക മെത്തൻ ഒരു പാട്ട് പാടാൻ പോകുന്നു. ആ പാട്ടിന്റെ പേരാണ് ആയിരം കണ്ണുമായി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തെങ്കിലി, പൈങ്കിളി മലർത്തെങ്കിലി, തെന്നലും മകലേക്കിയോ കുഞ്ഞത്തുമ്പി തമ്പൊരു മീട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞമൻ ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തെങ്കിലി, പൈങ്കിളി മലർത്തെങ്കിലി. അതായിരുന്നു എൻ്റെ പാട്ട്. അടുത്തതായി കുഞ്ഞുണ്ണി മാഷിന്റെ കുറച്ച് കവിതകളുമായി വരുന്നു സനായി. നമസ്കാരം, എൻ്റെ പേര് സനയാണ്. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ കുഞ്ഞുണ്ണി കവിതകൾ ചൊല്ലാം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ആയിട്ടായി മിഠായി, തിന്നുമ്പോൾ ഇഷ്ടായി, തിന്നിൻ കഴിഞ്ഞപ്പോൾ കഷ്ടായി. കാക്ക പറവി വന്നു, പാറ മേൽ ഇരുന്നു, കാക്ക പാറി പോയി, പാറ പക്കിയായി. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ സനായി പാടുന്ന കേൾക്കാൻ എന്ത് രസമാണല്ലേ. അടുത്തതായി ശ്രീറാം പ്രശാന്തിന്റെ ഒരു പാട്ട് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് സാരൻ പ്രശാന്ത്. ഞാനൊരു കൈരളി വിദ്യാലയം സ്റ്റുഡന്റ് ആണ്. ഇന്ന് ഞാൻ ഒരു പാട്ട് പാടാൻ പോവാണ്. കുഞ്ചിയമ്മ കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്, പഞ്ചാര വെട്ട് നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു പേര് വന്നു. എല്ലാവർക്കും സരംഗന്റെ പാട്ട് ഇഷ്ടമായല്ലോ. അടുത്തതായി മലയാളം വാക്കുകൾ എഴുതാൻ ഋഷഭ് വരുന്നു. എൻ്റെ പേര് ഋഷഭ്. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് വാക്യങ്ങൾ എഴുതാൻ പോകുന്നു. ഉരലിൽ അരി പൊടിച്ചു.
ഏലക്കായ, പായസത്തിൽ ഇടാം. ഏത്തപ്പഴം, പറിക്കാം. ഇഞ്ചി, കടിച്ചു. ഋഷി, ചിരിച്ചു. നമസ്തേ. താങ്ക് യു ഋഷഭ്. നമ്മളിൽ ആർക്കൊക്കെ അറിയാം കുറുക്കൻ്റെയും മാൻ്റെ കഥ? അത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് വരുന്നു സോഫി. എൻ്റെ പേര് സോഫി ആണ്. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ ആണ് പഠിക്കുന്നത്. ഞാൻ ഒരു കഥ പറയാൻ പോകുന്നു. എൻ്റെ കഥയുടെ പേര് ആണ് മാനം കുടുക്കൻ. മാനം കുടുക്കൻ വലിയ കുട്ടക്കാരനായിരുന്നു. കുടുക്കൻ വലിയ തമാശക്കാരൻ. മാനാണെങ്കിലോ കുടുക്കൻ പറയുന്ന തമാശ കേട്ട ഇപ്പോഴും ചിരിക്കും. ഒരു ദിവസം മാൻ കുടുക്കനോട് പറഞ്ഞു, നമുക്ക് നല്ല വിശപ്പ് ഉണ്ടല്ലോ, ഇവിടെ പോയാണ് നല്ല ഭക്ഷണം കിട്ടും. കുറുക്കൻ പറഞ്ഞു, താ അടുത്ത ഗോതമ്പ് വയൽ ഉണ്ട്, അവിടെ പോയി നമുക്ക് കഴിക്കാം. അവർ ഗോതമ്പ് വയൽ ചെന്ന് ഉലവ തിന്നാൻ തുടങ്ങി. പക്ഷേ അതിനിടയിൽ മാൻ കൃഷിക്കാരൻ വീഴ്ചയിരുന്ന വലയിൽ വീണു. മാൻ കുറുക്കനോട് പറഞ്ഞു, കുറുക്ക വല്ല കടിച്ചു മുറിച്ചു എന്നെ രക്ഷിക്കേ. കുറുക്കൻ പറഞ്ഞു, ഇന്ന് എനിക്ക് തിങ്കളാഴ്ച വ്രതം ആണ്, ഞാൻ വലി ഒന്ന് കടിച്ചു മുറിക്കില്ല. മാൻ പോലെ കടന്നു. കൃഷിക്കാരൻ വന്ന വല ഇതുപോൽ. മാൻ എണീറ്റ് ഓടിപ്പോയി. കൃഷിക്കാരൻ കിലെ മടു അരനെത ചെന്ന് കൊണ്ടെത്ത കുറുക്കന്റെ തലയിൽ. കുറുക്കൻ താഴെ വീണു. ഗുണപാഠം കൂട്ടുകാരെ സഹായിക്കാത്ത അവൻ ശരിയായ സുഹൃത്തല്ല. നമസ്കാരം. താങ്ക് യു സോഫി, നല്ലൊരു കഥ പറഞ്ഞു തന്നതിന്. ഇനി നമുക്കൊരു പദ്യമായാലോ? പദ്യം ചൊല്ലുന്നത് സെറ ജസ്റ്റോ. നമസ്കാരം. എൻ്റെ പേര് സെറ ജസ് ജോർജ് ആണ്. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുവാണ്. ഞാൻ ഒരു പാട്ട് പാടാം. ഒന്നായി ഒന്നായി വന്നിടാം
ഉറുമിയായി നിന്നിടാം, ഒന്നിച്ചുന്നായി പാടിടാം, ഒത്തുറമിച്ച് പഠിച്ചിടാം. നന്ദി, നമസ്കാരം. എന്ത് രസമായിരുന്നല്ലോ സേനയുടെ പദ്യം. യേശുദേവനെ കുറിച്ചൊരു ഗാനമായി ഷോൺ മാത്യു. എൻ്റെ പേര് ഷോൺ മാത്യു. ഞാൻ കൈരളി വിദ്യാലയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു പാട്ട് പാടാം. വഞ്ചിപ്പാട്ട് പാടുന്നത് സ്നേഹ ജോർജ്. എൻ്റെ പേരാണ് സ്നേഹ ആൻ ജോർജ്. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് ഒരു പാട്ട് പാടാൻ പോകുക. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാൽ കൊട്ടു വേണം, കുഴൽ വേണം, കുറുവ വേണം. ഓ ദിത്തിത്താരാദിത്തിത്തേതും പറവൽക്കാനാളു വേണം, കോഴിതോരണങ്ങൾ വേണം. വിജയശ്രീലാളി തേരാൻ വരുന്നു ഞങ്ങൾ. ഓ ദിത്തിത്താരാദിത്തിത്തേ
बोले ओ दिते तारा दिते दिते तगदे दे दो തോറി എന്തെന്നറിയാത്ത താലാത്തോട്ട നറിയാത്ത കാവലും ചുണ്ടലേക്ക് ജയിച്ചു വന്നു ഓ ദിത്തെ താരാ ദിത്തെ ദിത്തെ തകദേ ദേ ദോ. ഹാപ്പി ഹോളിഡേയ്സ്. നമസ്കാരം. നന്ദി. എന്താ രസമായിട്ടാ സ്നേഹ പാടിയത്. അടുത്തതായി വേദ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. നമസ്കാരം, എൻ്റെ പേര് വേദ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞാൻ ഒരു പാട്ട് പാടാൻ പോകുന്നു. അമ്പലിയമ്മാവ താമര കുമ്പലി എൻ്റെ ഉണ്ട്. അമ്പലിയമ്മാവ താമര കുമ്പലി എൻ്റെ ഉണ്ട്. കുമ്പത്തിരിപ്പാനോ മാനത്തെ കുമ്പനാന പുറത്ത്. കുമ്പത്തിരിപ്പാനോ മാനത്തെ കുമ്പനാന പുറത്ത്. അമ്പലിയമ്മാവ താമര കുമ്പലി എൻ്റെ ഉണ്ട്. അമ്പലിയമ്മാവ താമര കുമ്പലി എൻ്റെ ഉണ്ട്. നന്ദി, നമസ്കാരം. വേദിയുടെ പാട്ട് അതിമനോഹരം. അടുത്ത ജോൾ. കണ്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ജോൾ. ഞാൻ കൈരളി മലയാളം ക്ലാസ് പഠിച്ചും. ഞാൻ ഒരു കഥ പറയാം. കഥയുടെ പേര് ബുദ്ധിമാനായ കാക്ക. ഒരു കാക്ക ദാഹിച്ചു വെള്ളം തേടി. അപ്പോഴോ വീട്ട മൊത്തം കലം കണ്ടു. കമഴ്ത്തി അടി വെള്ളം ഉണ്ടായിരുന്നു. കാക്ക വെള്ളം കുടിച്ചു പറ്റിയില്ല. കാക്ക ഒരു ഉപായം തോന്നി. കാക്ക ഒരു കല്ല പടിക്ക് വെള്ളം ഇട്ടു. വെള്ളം പൊങ്ങി. കാക്ക വെള്ളം കുടിച്ചു പടർന്നു പോയി. കൊള്ളാം ജോൾ, നന്നായിരുന്നു. ചുവടുകളുമായി അടുത്തതായി വരുന്നു രോഹിണി നമ്പ്യാർ. സേനയുടെ പാട്ടാണ്. നമസ്കാരം, എൻ്റെ പേര് സേനയാണ്. കൈരളി സ്കൂളിൽ പഠിച്ചു. ഞാൻ പാട്ട് പാടുക. ഇന്നലെ വന്നല്ലോ ഇഡ്ലി തിന്നില്ലോ, തിന്നില്ലോ. ബൈ ബൈ. Merry Christmas. Have a great day. നന്ദി സേര.
അടുത്തതായി സാമുവൽ കണ്ണൻ കണ്ണൻ കാത്തിരുന്നു പാടും. എൻ്റെ പേര് സാം. ഞാൻ കൈരളി മലയാളം ക്ലാസ് ആണ്. ഞാൻ പാട്ട് പോകുന്നു. കണ്ണൻ കണ്ണൻ കാത്തിരിഞ്ഞു, കണ്ണൻ കണ്ണൻ കാത്തിരിഞ്ഞു, മഞ്ഞോട് പയതിന് ഞാൻ കാതോട് 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 കേട്ടിരിഞ്ഞു, ദേവദൂതൻ പൊതിഞ്ഞു. കണ്ണൻ 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 കാത്തിരഞ്ഞു, മഞ്ഞോട് പയതിന് ഞാൻ കാതോട് കാതോട് കേട്ടിരിഞ്ഞു, ദേവപുത്രൻ തിരിഞ്ഞു. Thank you and wish you a Merry Christmas. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ണൻ കണ്ണൻ കാത്തിരുന്നു പാട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? പേര് ഏരൻ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുന്നു. അമ്മ കൂട്ട ചങ്ങാടി അവരെങ്ങും പോകലേ, ആന കൂട്ടം വരമതിലേ, ആപട്ടാനെ സൂക്ഷിച്ചോ. നമസ്കാരം, എൻ്റെ പേര് അജിത്. അ ആ ഇ ഈ ഉ ഊ ഒ എ എ ഐ ഒ ഓ ഔ അം ഹ. എൻ്റെ പേര് അമ്മയ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനൊരു പാട്ട് പാടാൻ പോകുന്നു. മഴവില്ലേ മഴവില്ലേ മാനത്തെങ്കിലും നിന്നാലോ, മഴ വന്നാൽ നനിയല്ലേ, നിന്നൊരു വീട്ടിൽ കുടിയല്ലേ. പഠിക്കുന്നു. ജെറുസലേം നായകായി അബലർത്തൻ വിമോചകായി അഭയമായി പ്രകാശമായി ബദലേൻ മദരിൽ കുരിയോ പുരിയോ വിനനിലായി വിരുപുരു പുലു വിരിയായി വിരുപുത്തിരിയും വിരുപുത്തിരു ടുട്ട ചാത്തനായ യേശുവേ 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 യെരൂശലേം നായകായി അബലർത്തൻ വിമോചകായി അബലമായി പ്രകാശമായി ബദലേൻ മദരിൽ. നമസ്കാരം.
നമസ്കാരം. എൻ്റെ പേര് ദർശ്. ഞാൻ കൈരളി മലയാളം ക്ലാസ് പഠിക്കുകയാണ്. വെള്ളം വെള്ളം മഴവെള്ളം, മഴവെള്ളത്തിൽ കളിവെള്ളം, ഓളം തുള്ളം നീരത്ത്, താളം തുള്ളി കളിവെള്ളം. എൻ്റെ പേര് ദിത്തി. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു ക്രിസ്മസ് സോങ്ങാണ് പാടുന്നത്. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ കൈരളി മലയാളം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ ഒരു പാട്ട് പാടാൻ പോകുന്നു. എവിടെ പോകുന്നമ്മാവ, നാട്ടിൽ പോകുന്നുണ്ണികളെ, എങ്ങനെ പോകുന്നമ്മാവ, കാറിൽ പോകുന്നുണ്ണികളെ. താങ്ക് യു. ജെയ്ഡൻ. ഞാൻ ഹ്യൂസ്റ്റണിൽ ആണ്. പുൽക്കൊടിയിൽ കൽത്തൊട്ടിയിൽ മറിയത്തൻ പോൻ മകനായി പണ്ടുടുന ദേവസുതൻ പിറന്നതിനോർ മദീനം. എൻ്റെ പേര് മാനവ്. ഞാൻ കൈരളി സ്കൂൾ പഠിക്കുന്നു. ആ വേണു റാന, ഈ വേണു ഈച്ച, അയ്യം ഈച്ചും അങ്ങനെ അങ്ങനെ അതത് വേണു. ആനയ്ക്കെന്തു പേര്, ഈച്ചയ്ക്കെന്തു പേര്, പേര്. ആന താഴെ പോയി, ഈച്ച മേലെ പോയി. ബൈ. ാണ്. ഞാനൊരു തുമ്മിയുടെ പാട്ടം പാടാം. കൊച്ചുതമ്പി എൻ്റെ കൂടെ പൂർമണി, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തൈമനിക്ക്. കൊച്ചുതമ്പി എൻ്റെ കൂടെ പൂർമണി, എൻ്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തൈമനിക്ക്. കുളിക്കാനോ സുപ്പത്തരം, ഒരുക്കാനോ കുപ്പായം, കുളിക്കാനോ സുപ്പത്തരം, ഒരുക്കാനോ കുപ്പായം. കൊച്ചുതമ്പി എൻ്റെ കൂടെ പൂർമുനി, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തൈമനിക്ക്. ചോറ് തരാം കളിക്കാനോ കളിപ്പാട്ടം, ചോറ് തരാം കളിക്കാനോ കളിപ്പാട്ടം. കൊച്ചുതമ്പി എൻ്റെ കൂടെ പൂർമണി, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തൈമനിക്ക്. ഇരിക്കാനോ കസേര, കിടക്കാനോ കത്തിത്തരാം, ഇരിക്കാനോ കസേര, കിടക്കാനോ കത്തിത്തരാം. കൊച്ചുതമ്പി എൻ്റെ കൂടെ പൂർമണി, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തൈമനിക്ക്. നന്ദി, നമസ്കാരം. Ichiam puchiam ita tanda choto iyam pataka kapam iradi inam party. നമസ്കാരം. എൻ്റെ പേര് ശ്രേയാണ്. കൈരളി മലയാളം സ്കൂൾ ഞാൻ സ്റ്റുഡൻ്റ് ആണ്. മീനാൻറ്റി എൻ്റെ ടീച്ചറാണ്.
ഞാൻ ഒരു ഡാൻസ് ചെയ്യും. എന്റെ പേര് ആലിയ. അമ്പിളി മാമ ചെന്നാട്ടി അരികെ വന്ന് ചെറുക്കാനോ അപ്പു ഇന്നത്തെ കൂടാനോ അപ്പു അപ്പു. എൻ്റെ പേര് അദിതി. I'm in the Karali Malayalam class. അപ്പ കുട്ടിനെ കൊതി തോന്നി, അരത്തിനാൻ കൊതി തോന്നി, അച്ഛൻ പോയി അറിവാണി, അറിക്കൊണ്ടമ്മ അരച്ചിട്ടു. എൻ്റെ പേര് പ്രേം ആണ്. ഞാൻ കരളി മലയാളം സ്കൂൾ പഠിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു. ക്രിസ്മസ് ഈ കൊല്ലം വ്യത്യസ്തമാണ്. നമ്മൾ എല്ലാവരും വീട്ടിൽ മാത്രം ക്രിസ്മസ് ആഘോഷങ്ങൾ ഒതുക്കുകയാണ്. എന്നാലും നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ എല്ലാവർക്കും കഴിയട്ടെ. ഒന്നുകൂടെ നല്ല ക്രിസ്മസ് നേരുന്നു. ഇനി നമ്മൾക്കൊരു ക്രിസ്മസ് ഗാനം കേൾക്കാം. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ എന്ന് തുടങ്ങുന്നതാണ് അടുത്ത പാട്ട്. ഈശോയുടെ ജനനം ഓർത്ത് ഈ പാട്ട് പാടുന്നത് റിയ ബാബു, ഒലിവിയ ബാബു, സ്നേഹ ബാബു, ഹാന ജോസ്, ജസ്റ്റിൻ ജോൺ, നിതിൻ മാമ്പിളിയും സാന്ദ്ര മാമ്പിളിയുമാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ധനവാസത്തിൽ
നമസ്കാരം, എൻ്റെ പേര് സാന്ദ്ര മാമ്പള്ളി. നമസ്കാരം, എൻ്റെ പേര് റിയ ബാബു. നമസ്കാരം, എൻ്റെ പേര് ഹെന ജോസ്. നമസ്കാരം, എൻ്റെ പേര് ഒളിവിയ ബാബു. നമസ്കാരം, എൻ്റെ പേര് നിതിൻ മാമ്പള്ളി. നമസ്കാരം, എൻ്റെ പേര് സ്നേഹ ബാബു. നമസ്കാരം, എൻ്റെ പേര് ജോസൻ ജോൺ. ഞങ്ങളെല്ലാവരും കൈരളി മലയാളം ക്ലാസ്സിനാണ് പഠിക്കണം. We wish you a Merry Christmas and a Happy New Year. എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഒരു ലഘു നാടകമാണ്, ഒരു ക്രിസ്മസ് സമ്മാനം. ഇതിൽ അഭിനയിക്കുന്നത് തേജസ് മേനോൻ ഷോണായിട്ടും, ഹെഡൻ ജോസ് ഡോക്ടർ അലക്സാണ്ടറായിട്ട്, മറിയ ലാലച്ചൻ മറിയമായിട്ടും, ജസ്വൻ ഉല്ലാസ് ജോസഫായിട്ടും, പിന്നെ സ്റ്റെഫി ലാലച്ചൻ ലില്ലിയുമായിട്ടുമാണ്. ശരി, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പോ കുറെ നേരത്തെ കോവിഡ് കാരണം ഓൺലൈൻ ക്ലാസ് ആണ്. ഇനി ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. എല്ലാവരും ഓർഫനേജുക്കുള്ള ഗിഫ്റ്റ് കൊണ്ടുവരണം. ലിലി, നീ എന്ത് കൊണ്ടുവരാൻ പോകുന്നത്? എന്റെ അച്ഛൻ എനിക്ക് 4 ജോഡി ഷൂസ് മേടിച്ചിട്ടുണ്ട്, $100 തന്നിട്ടുണ്ട്. ഞാനൊരു നല്ല ഗിഫ്റ്റ് മേടിച്ചോളാം. ശരി. മറിയം, നീ എന്ത് കൊണ്ടുവരാൻ പോകുന്നത്? എന്റെ മമ്മി 4 ജോഡി ഉടുപ്പ് വാങ്ങി തന്നിട്ടുണ്ട്, $50 തന്നിട്ടുണ്ട്. ഞാനും ഒരു നല്ല ഗിഫ്റ്റ് കൊണ്ടുവരാം. ശരി. ഷോൺ, നീ എന്ത് കൊണ്ടുവരാൻ പോകുന്നത്? ഡാഡി എനിക്കൊരു പുതിയ കൂളിംഗ് ഗ്ലാസ് വാങ്ങി തന്നു, $500 പോക്കറ്റ് മണി തന്നു. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവരാം. ശരി. ജോസഫ്, നീ എന്ത് കൊണ്ടുവരാൻ പോകുന്നത്? ജോസഫ്, ഈ ക്ലാസ് പതിവേ പഠന എന്നും ആബ്സെന്റ് ആണ്. ജോസഫ്, പഠനം കേട്ടില്ലേ? അടുത്ത ക്ലാസ് നീ ഗിഫ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും പോകാം. ബൈ സാർ. ശരി. എന്റെ ഈശോയെ, എന്റെ അമ്മയും പപ്പയും പോയതിൽ പിന്നെ ഞാൻ ഓർഫനേജിലായല്ലോ ജീവിക്കുന്നത്. സമ്മാനം വാങ്ങാനും പൈസ ഇല്ല. ഞാൻ എങ്ങനെയൊക്കെ എന്റെ കൂട്ടുകാരോട് പറയും? എന്താ ജോസഫ് നീ ക്ലാസ് വരാത്തത്? കുറെ നാളായല്ലോ. സാർ ഗിഫ്റ്റിനെ പറ്റി ചോദിച്ചപ്പോൾ നീ ഒന്നും പറഞ്ഞില്ല. എന്താ കാരണം? അമ്മയും ഡാഡി ഇല്ലാതെ അനാഥനായ ഞാൻ എങ്ങനെ ഗിഫ്റ്റ് മേടിക്കും? ചിലപ്പോ ഞാൻ ഇനി ക്ലാസ്സിൽ വരാൻ പറ്റില്ല. ഓർഫനേജ് കുറെ ദൂരെയാ. ഓ, അങ്ങനെയാണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് അറിയാമോ, ജോസഫിന് സ്കൂൾ വരാത്ര അവനിപ്പോ അനാഥാലയത്തിൽ താമസിക്കുന്നുണ്ട്. അത് വളരെ ദൂരമാണ്. എനിക്കറിയാം. എന്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ജോസഫിന്റെ അമ്മ മരിച്ചു പോയാർന്ന്. ഇനി ഓർഫനേജിൽ നിൽക്കുവാ. അയ്യോ, എന്നാ ദൂരായിരിക്കും ഓർഫനേജ് സ്കൂളിനോട്. നമുക്ക് ക്രിസ്മസിന് ജോസഫിനെ സഹായിച്ചാലോ? നല്ല ഐഡിയ മറിയാം. നമുക്ക് ചെയ്യാം. ഇതായിരിക്കട്ടെ ഈ ക്രിസ്മസിന് നമ്മൾ അവന് കൊടുക്കുന്ന സമ്മാനം. നമുക്ക് അവൾക്ക് ഒരു സൈക്കിൾ മേടിക്കാം. ഇനി സ്കൂളിൽ പോകാൻ എളുപ്പമായിരിക്കും. നല്ല ഐഡിയ ലില്ലി. അത് കൊള്ളാം. പക്ഷേ നമ്മൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ലില്ലി പറയാം. മാഷേ, എന്റെ മമ്മി എന്നോട് പറഞ്ഞായിരുന്നത് ജോസഫിന്റെ മമ്മി മരിച്ചുപോയി. ഇനി അവന് ഓർഫനേജിൽ നിൽക്കുവാ. ഭയങ്കര ദൂരമാ ഓർഫനേജും സ്കൂള്. ഞങ്ങൾ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് അവന് കൊടുക്കാൻ പോകുന്നു, ഒരു സൈക്കിൾ. വളരെ നല്ലത്. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. താങ്ക് യു സാർ. ഈ സൈക്കിൾ ജോസഫിന് കൊടുക്കുമ്പോൾ ജോസഫിന് വളരെ സന്തോഷമായിരിക്കും. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ക്രിസ്മസ് വെക്കേഷന് മുൻപ് നിങ്ങളെ എല്ലാവരെയും ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ഈ ക്ലാസ്സിലെ 3 കുട്ടികൾ ചെയ്ത പുണ്യപ്രവൃത്തിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. മറിയം, ലിലി, ഷോൺ, നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങൾക്ക് അറിയാം? താങ്ക് യു സാർ. നിങ്ങളുടെ സഹായം വളരെ ആവശ്യമായ ഉറക്കെ വരുന്ന സമയം നിങ്ങൾ ചെയ്ത്. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ. ജോസഫ്, നീ വിശ്വസിക്കണ്ട. നിന്നെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് എന്തു സഹായത്തിനും ഞാൻ കൂടിയുണ്ട്. എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.
കോവിഡ് കാലത്തിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, പുറത്തു പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ക്രിസ്മസ് കാലത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബമായി വന്ന് ക്രിസ്മസ് ആഘോഷിച്ചതിന് വലിയ സന്തോഷം. ഇന്നത്തെ MC-കൾ അരേ, ആര്യദ്യ, അത്തീന, എക്നാഥ്, ഹെലൻ, സാറ പിന്നെ തനുഷ്കയുമാണ്. നിങ്ങൾക്ക് കൈരളി അറ്റ്ലാന്റിനെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സജഷൻസ് അറിയിക്കാൻ. അപ്പോഴെല്ലാവർക്കും ഈ പരിപാടികളെല്ലാം ഇഷ്ടമായില്ലേ? എല്ലാവർക്കും കൈരളി കുടുംബത്തിൻ്റെ പേരിൽ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.